നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UGC Net Paper1 ഒന്നാമത്തെ യൂണിറ്റായ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ പേപ്പർ 1നും പേപ്പർ 2നും ആവശ്യമായ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ തിയററ്റിക്കൽ ആയിട്ടുള്ള യൂണിറ്റ്സിൽ നിന്നുള്ള ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലാസ്സുകൾ വളരെ കുറവായിരുന്നു. കാരണം കഴിഞ്ഞ തവണ എക്സാമിന് അടുപ്പിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നു. കാരണം നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായത്തോടെ പഠിക്കേണ്ടി വരുന്ന ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂണിറ്റ്സിൽ നിന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മറ്റ് യൂണിറ്റ്സുകളിൽ നിന്നുള്ള ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാം. കാരണം അതിനാവശ്യമായിട്ടുള്ള PDF-കളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അത് 2-3 PDF-കൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ PDF ഏതാണെന്ന് കണ്ടെത്തി സിലബസ് അനുസരിച്ച് ആവശ്യമായ ടോപ്പിക്സുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതുപോലുള്ള യൂണിറ്റ്സിന് നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് വായിച്ച് കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ആൻസർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കേണ്ട ആവശ്യം തന്നെയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളെ പഠിപ്പിച്ച ഇത്രയോ അധികം ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഇന്നും നിങ്ങൾ അവരോട് നന്ദി പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കുറച്ച് പേരെ മാത്രമേ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുകയുള്ളൂ. കാരണം അവരുടെ ആ ഒരു ക്വാളിറ്റി, അവരുടെ ടീച്ചിങ്ങിലും അവരുടെ സ്വഭാവത്തിലും അവർ നിങ്ങളോട് പെരുമാറുന്ന രീതിയിലും അവർ പഠിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള നല്ല ടീച്ചേഴ്സിനെ മാത്രമാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ടീച്ചിങ് എന്താണെന്നും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്താണ്, അതുപോലെ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എങ്ങനെയാണ് പലതരത്തിലുള്ള സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്, ഒരു ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യണം എന്നതൊക്കെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് എന്ന് മനസ്സിലാക്കുകയും എല്ലാം ഒന്ന് വായിച്ച് നോക്കുകയും മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിലുള്ള യൂണിറ്റുകളിൽ നിന്ന് വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കാനും, ഇതിൽ നിന്ന് വരുന്ന 5 ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് 10 മാർക്ക് നേടാനും കഴിയും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടീച്ചിങ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ടീച്ചിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വൺ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ് ഓർ ഇൻസ്ട്രക്ട് അനദർ ഇൻഡിവിജ്വൽ. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം, നിങ്ങൾ ടീച്ചിങ് എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മറ്റൊരാളെ പഠിപ്പിക്കുന്നതിനാണല്ലോ നമ്മൾ ടീച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകൾ, നമ്മുടെ എബിലിറ്റി, നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ സ്കിൽസാണുള്ളത്. അപ്പോൾ അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഡെഫിനേഷൻ പലതരത്തിൽ ടീച്ചിങ്ങിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വൺ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ് ഓർ ഇൻസ്ട്രക്ട് അനദർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരാൾ മറ്റൊരാളെ ടീച്ച് ചെയ്യുക, പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുക, അതിനെയാണ് ടീച്ചിങ് എന്ന് നമുക്ക് അങ്ങനെയും പറയാം. അതുപോലെ തന്നെ ടീച്ചിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ആക്ട് ഓഫ് ഇമ്പാർട്ടിങ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ലേണേഴ്സ് ഇൻ ദ ക്ലാസ് റൂം സിറ്റുവേഷൻ. അപ്പോൾ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ നമ്മൾ മറ്റൊരാൾക്ക് നിർദ്ദേശങ്ങൾ, ലേണേഴ്സിന്, അതായത് പഠിതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂയെ പറയുന്നത് കൺസിഡേർഡ് ഇറ്റ് ആസ് എ മാനിപ്പുലേഷൻ ഓഫ് ദ സിറ്റുവേഷൻ where the learner will acquire skills and insight with his initiation. അപ്പോൾ ഡ്യൂയുടെ ഒരു കാഴ്ചപ്പാടിൽ ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒരുമിച്ച് പഠിക്കുക എന്നതാണ്.
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹാൻഡ്സ് ഓൺ അപ്രോച്ച്, നമ്മൾ തന്നെ പഠിക്കുന്ന ആ ഒരു രീതി, ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുമിച്ച് പഠിക്കുക എന്നൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ടീച്ചിങ്ങിനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന് വ്യക്തമായ കൃത്യമായ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്താണ് ടീച്ചിങ്ങിൻ്റെ ഉദ്ദേശം, അപ്പോൾ എന്താണ് ടീച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് മനസ്സിലാക്കിയാൽ മതി. ടീച്ചിങ് ഈസ് വൺ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഈസ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ ഈസ് ടു ഇമ്പാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ടീച്ചിങ് ഈസ് ടു മേക്ക് ലേണിംഗ് എഫക്റ്റീവ്. അത് നമുക്കറിയാലോ. നമ്മുടെ പഠനം എന്ന് പറയുന്നത് ലേണിംഗ് ഇഫക്റ്റീവ് ആക്കുക എന്നതാണ് ടീച്ചിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ലേണിംഗ് പ്രോസസ് വുഡ് ഗെറ്റ് കംപ്ലീറ്റഡ് ആസ് റിസൾട്ട് ഓഫ് ടീച്ചിങ്. അതും നമുക്കറിയാലോ, ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ടീച്ചിങ്ങിൻ്റെ ഫലമായിട്ടാണ്. സോ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ്ങിനെ പറ്റി. അതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ടീച്ചിങ്ങിൻ്റെ പിന്നെ പലതരത്തിലുള്ള പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മാത്രം മതി. എസ്.സി. മേഴ്സൺ, ജാക്സൺ തുടങ്ങി ഇവരൊക്കെ ഏത് രീതിയിലാണ് ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ആവശ്യമാണെങ്കിൽ എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പടവുകൾ UGC Net ആൻഡ് JRF എന്ന ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പേപ്പർ 1ൻ്റെ PDFകളും അതുപോലെ തന്നെ പേപ്പർ 2ൻ്റെയും നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ PDFകളും ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും എല്ലാം നിങ്ങളെ പുതിയതായിട്ട് എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നറിയാത്തവർക്ക് അതിനായിട്ട് സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്തതായിട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ടീച്ചിങ്ങിലൂടെ എന്താണ് എയിം ചെയ്യുന്നത്, എന്താണ് ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് കവേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അക്വിസിഷൻ ഓഫ് നോളജ്, ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഡെവലപ്മെൻറ്റ് ഓഫ് കോൺസെപ്ച്വൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പാഠഭാഗങ്ങൾ പഠിക്കുക എന്നതിലുപരി നമ്മുടെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക, പുതിയൊരു സമൂഹം, നല്ല അറിവുള്ള, നമ്മുടെ അറിവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യം എന്നത് മാത്രമല്ല, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ ഓരോ സ്റ്റുഡൻറ്റിനെയും വളർത്തിയെടുക്കുക എന്നത് ആണ് ഒരു ടീച്ചറുടെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നാണ് പറയുന്നത്. നോളജ് അക്വിസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്ന ആ ഒരു പ്രക്രിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കോൺസെപ്ച്വൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൽസിനെ വളർത്തിയെടുക്കുക എന്നത്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്, ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെയും പറയാം, ടു ചേഞ്ച് ബിഹേവിയർ ആൻഡ് കണ്ടക്ട് ഓഫ് സ്റ്റുഡൻറ്റ്. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയർ നമ്മൾ ഓരോരുത്തരും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ചും നമ്മുടെ സമൂഹം എങ്ങനെയാണോ, നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെ, അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയർ മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ അവരുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെരുമാറ്റ രീതികൾ ഒക്കെ മാറ്റിയെടുക്കാൻ എന്നതുകൂടെ ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ടു ഇംപ്രൂവ് ദ ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മെത്തഡോളജിക്കൽ, ക്രിറ്റിക്കൽ തിങ്കിങ്, റൈറ്റിംഗ്, ക്രിയേറ്റിവിറ്റി, ഹൈപ്പോത്തസിസ് എക്സെട്ര. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് സ്കിൽസും ക്രിറ്റിക്കൽ തിങ്കിങ്, റൈറ്റിംഗ്, ക്രിയേറ്റിവിറ്റി ഇവയൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നതുകൂടി ഒരു ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് നോളജ്, അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പല സബ്ജക്റ്റുകൾ പഠിക്കേണ്ട, അതുപോലെ തന്നെ നമ്മളൊരു കോളേജ് ലെവലിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് അതിലാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള നോളജ് കൂടെ ഇംപ്രൂവ് ചെയ്യുക എന്നതും കൂടെ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് എ സോഷ്യൽ ആൻഡ് എഫിഷ്യൻറ്റ് മെമ്പർ ഓഫ് സൊസൈറ്റി, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു പൗരനെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ലൊരാളാക്കി മാറ്റിയെടുക്കുക എന്നതുകൂടെ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഇനി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്, അതായത് മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ്. ഇവയാണ് 3 ലെവൽസ് ഓഫ് ടീച്ചിങ്.
ആദ്യമായിട്ട് മെമ്മറി ലെവൽ എന്ന് പറയുന്നത് തോട്ട്ലെസ് ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ തോട്ട്ഫുൾ ടീച്ചിങ് ആണ്. റിഫ്ലക്റ്റീവ് ലെവൽ അപ്പർ തോട്ട്ഫുൾ ലെവലാണ്. അപ്പോൾ ഇത് മൂന്നും വിശദമായിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ലെവൽസ് ഓഫ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് ബ്ലൂംസ് ടാക്സണമി എന്താണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഇതുമായി ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന് വളരെയധികം ബന്ധമുണ്ട്. അതായത് ബ്ലൂംസ് ടാക്സോണമിയിൽ ടാക്സണമി എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് 3 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ പറഞ്ഞതുപോലെ അതിലും 3 ലെവൽസാണുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പോൾ ഈ ബ്ലൂംസ് ടാക്സണമി അനുസരിച്ചുള്ള 3 ലെവൽസും അതുപോലെ തന്നെ നമ്മുടെ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ പറയുന്ന ഈ 3 ലെവൽസും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. അത് മെമ്മറി ലെവലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലെ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അതുപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമിയിലെ 3ാമത്തെ സൈക്കോമോട്ടോർ ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് റിഫ്ലക്റ്റീവ് ഡൊമൈൻ, അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂംസ് ടാക്സണമി എന്താണ്? ബ്ലൂംസ് ടാക്സണമി ഈസ് എ സെറ്റ് ഓഫ് 3 ഹൈറാർക്കിക്കൽ മോഡൽസ് യൂസ് ടു ക്ലാസിഫൈ എഡ്യൂക്കേഷണൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ടു ലെവൽസ് ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. അപ്പോൾ the 3 lists cover the learning objectives in cognitive, affective and psychomotor domains. അപ്പോൾ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നോളജ് ബേസ്ഡ് ഗോൾസ്, അഫക്റ്റീവ് ആണെങ്കിലോ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, സൈക്കോമോട്ടോറിൽ വരുന്നത് സ്കിൽസ് ഓർ ആക്ഷൻ ബേസ്ഡ് ഗോൾസ്. അപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. കോഗ്നിറ്റീവ് ഡൊമൈൻ, അതായത് ഒന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് മെമ്മറിയായിട്ട് കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നത്? അവർ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷേ ടീച്ചർ എന്തു പറയുന്നോ അതവർ കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം മെമ്മറൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർ കേട്ടും കണ്ടും അത് അങ്ങനെ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിനെ നമുക്ക് ഓർത്താൽ കോഗ്നിറ്റീവ് ഡൊമൈൻ അല്ലെങ്കിൽ മെമ്മറി ലെവൽ എന്താണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും. അടുത്തായിട്ട് അഫക്റ്റീവ് ഡൊമൈനാണ്. അത് ഇമോഷൻ ബേസ്ഡ്, അതായത് അഫക്റ്റീവ് ഡൊമൈനിൽ പറയുന്നത് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ മാനർ ഇൻ വിച്ച് we deal with things emotionally, such as feelings, values, appreciation, enthusiasm, motivations and attitudes. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈനാണ് അടുത്ത ലെവൽ. അതായത് കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ലെവലാണിത്, അഫക്റ്റീവ് ഡൊമൈൻ. അപ്പോൾ ഇത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ, ആക്ഷൻ ബേസ്ഡ്. It includes physical movement, coordination and use of the motor skill areas. Development of these skills requires practice and is measured in terms of speed, precision, distance, procedures or techniques in execution. അപ്പോൾ അതാണ് മൂന്നാമത്തെ ലെവൽ. മൂന്നാമത്തെ ലെവലിൽ ഫിസിക്കലി പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി യൂസ് ചെയ്യുന്ന ഇതിനെയാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റിഫ്ലക്റ്റീവ് ഡൊമൈനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ 3 ലെവൽസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനി ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലെ 3 ലെവൽസ് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ആശയം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലെ 3 ലെവൽസ് എന്താണെന്ന് നോക്കാം. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പോൾ ഇതാണ് 3 ലെവൽസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മെമ്മറി ലെവൽ തോട്ട്ലെസ് ടീച്ചിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ തോട്ട്ഫുൾ ടീച്ചിങ് ആണ്, റിഫ്ലക്റ്റീവ് ലെവൽ അപ്പർ തോട്ട്ഫുൾ ലെവലാണ്. അപ്പോൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, ഈ 3 ലെവൽസ് നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഇതിൽ കാണാം. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആശയം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമിയിലെ പോയിൻറ്റ്സ് ആണെങ്കിലും നിങ്ങൾ അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് ഈ 3 ലെവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി
നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിലെ പോയിന്റ്സ് ഒന്നും നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ തവണ കേട്ട് കാര്യം മനസ്സിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ പലതരത്തിൽ ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ചില രീതിയിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവുക. അതുകൊണ്ട് ചിലപ്പോൾ ചില പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് നിങ്ങൾക്ക് കൂടുതൽ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരേ കാര്യം തന്നെ പലതരത്തിലും പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് ഏത് പോയിന്റ്സാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നുന്നത് അത് വീണ്ടും ഒന്ന് വായിച്ച് നോക്കുക. കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ മെമ്മറി ലെവൽ, ഇത് ഈ പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനേക്കാളും മുന്നേ വെറുതെ ഒന്ന് പറയാം. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ലെവലാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താണ് ചെയ്യുന്നത്, ഒന്നും മനസ്സിലാക്കാതെ ടീച്ചേഴ്സ്, അതായത് കുട്ടികൾ എന്താണ് പറയുന്നത്, അതിൽ ഇതിൻ്റെ ആശയം എന്താണ് എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ടീച്ചേഴ്സ് എന്താണ് പഠിക്കുന്നത് അവരത് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ അങ്ങനെ തന്നെ വിഴുങ്ങുക എന്ന് പറയില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് പറയുന്നതെല്ലാം അതുപോലെ തന്നെ പഠിക്കുക, അത് തന്നെ മെമ്മറൈസ് ചെയ്യുക. അതിനെയാണ് മെമ്മറി ലെവൽ. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾ എന്താണോ ചെയ്യുന്നത് അത് ഓർത്താൽ മതി, ഒന്നാമത്തെ ലെവലായ മെമ്മറി ലെവലിൽ. അപ്പോൾ അടുത്തതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അതായത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിൽ, അതായത് ഒരു ഹയർ സെക്കൻഡറി ഡിഗ്രി ലെവലിലൊക്കെ എത്തുമ്പോൾ കുട്ടികൾ എന്താണ് പഠിച്ച കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ടീച്ചേഴ്സ് എന്ത് പറയുന്നുണ്ടെങ്കിലും അത് അവരങ്ങനെ തന്നെ വിഴുങ്ങുകയല്ല ചെയ്യുന്നത്. അത് കറക്റ്റ് ശരിയാണോ, പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്, അത് കൂടുതലായിട്ട് അവരതിനെപ്പറ്റി ചിന്തിക്കുകയും അതുപോലെ തന്നെ ഇത് നമ്മുടെ ലൈഫിൽ ഓരോരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ലെവൽ. മൂന്നാമത്തെ ലെവൽ റിഫ്ലക്റ്റീവ് ലെവലാണ്. അത് ആപ്ലിക്കേഷൻ ലെവലാണ്. പഠിച്ച കാര്യങ്ങൾ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നത് കൂടെ ഈ ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു PhD ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അതായത് MBBS ഒക്കെ കഴിഞ്ഞ് അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻജിനീയേഴ്സ് ആണെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാം, അത് നമുക്ക് എങ്ങനെ പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്രദമാക്കാം എന്നതൊക്കെ ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. പക്ഷേ അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിന് തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ എന്താണെന്ന് കാണാം. അപ്പോൾ ഒന്നാമത്തെ ലെവൽ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഇറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇറ്റ്സ് കൺസേൺ വിത്ത് മെമ്മറി ഓർ മെൻ്റൽ എബിലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ ലിവിങ് ബീയിങ്സ്. Teaching at memory level is considered to be the lowest level of teaching. അപ്പോൾ ഏറ്റവും താഴെയുള്ള ലെവൽ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഓർത്താൽ മാത്രം മതി. അപ്പോൾ അറ്റ് ദിസ് ലെവൽ ദ തിങ്കിങ് എബിലിറ്റി ഡസ് നോട്ട് പ്ലേ എനി റോൾ. ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവരൊന്നും ചിന്തിക്കുന്നില്ല. ടീച്ചർ എന്ത് പറയുന്നു, പാട്ട് പാടുന്നുണ്ടെങ്കിൽ അവരത് കേട്ട് പാടുന്നു. അതുപോലെ തന്നെ കഥ പറയുന്നുണ്ടെങ്കിൽ അവർ കഥ ആകാംക്ഷയോടെ കേട്ട് അവർ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. ടീച്ചർ എന്ത് പറയുന്നു അവരത് അതേപോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. Students only cram the facts, information, formulas and laws that are taught to them. അവരെന്ത് പഠിപ്പിച്ചാലും അവരത് അങ്ങനെ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. The teaching is nothing but learning the subject matter by rote. അതായത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മോറിസ് എന്നത് ഓർക്കുക, ബിഗ് മോറിസ്. പിന്നെ the role of the teacher is prominent and that of the student is secondary. അപ്പോൾ ഇവിടെ ആരുടെ റോളാണ്? ടീച്ചറുടെ റോളാണ് പ്രൊമനൻറ്റ്. അതായത് ടീച്ചറാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിന് വലിയ റോളൊന്നുമില്ല. സ്റ്റുഡൻറ്റ് അത് കേട്ട് അങ്ങനെ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ടീച്ചറാണ് ഇവിടെ ടീച്ചർക്കാണ് പ്രധാനപ്പെട്ട റോളുള്ളത്. അപ്പോൾ the study material is organized and pre-planned. The teacher presents the study material in a sequential order.
അതുപോലെ തന്നെ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നോട്ട്സ് അതെല്ലാം നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ അവരെ അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ ടീച്ചർ പ്രസൻസ് സ്റ്റഡി മെറ്റീരിയൽ ഇൻ എ സീക്വൻസ്. അതുപോലെ തന്നെ ഒരു ഓർഡറിലാണ് അവരെ പഠിപ്പിക്കുന്നത്. ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അവരെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരു ഓർഡറിലാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മെമ്മറി ലെവൽ ടീച്ചിങ് ലാക്സ് ഇൻസൈറ്റ്. സൈക്കോളജിക്കലി ഇറ്റ്സ് കോഗ്നിറ്റീവ് ലെവൽ ടീച്ചിങ് ആണ്. അപ്പോൾ അത്രയാണ് മെമ്മറി ലെവലിലെ മെയിൻ പോയിൻറ്റ്സ്. ഇനി മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ ഇതേ പോയിൻറ്റ്സ് ആണ്, അതായത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണമൊന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി ഈ ഒരു ലെവൽ എന്താണെന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ മെമ്മറി ലെവൽ ടീച്ചിങ് എംഫസിസ് ഓൺ പ്രസൻറ്റേഷൻ ഓഫ് ഫാക്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രാമിങ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നോളജ് ഓർ ഇൻഫർമേഷൻ ഈസ് ഗെയിൻ ബൈ ദ ലേണർ ത്രൂ മെമ്മറൈസേഷൻ. It's the initial stage of teaching and includes the habit of rote learning of facts and subject matters. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പറയുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മാത്രം നോട്ട് ചെയ്യുക. It provides students the ability to retain and reproduce the learned subject. അതങ്ങനെയല്ല, ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരങ്ങനെ തന്നെ പറയുകയും അത് പഠിച്ച കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാനും അവർക്ക് പറ്റുന്നുണ്ട്. ഇറ്റ് കവേഴ്സ് ഓൺലി ദ നോളജ് ബേസ്ഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി. നമ്മൾ നേരത്തെ ബ്ലൂംസ് ടാക്സോണമിയിൽ പറഞ്ഞിട്ടുള്ളതാണ് നോളജ് ബേസ്ഡ്, അതായത് ആദ്യത്തെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ. അതാണ് ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി. അറ്റ് ദിസ് ലെവൽ ദ സ്റ്റുഡൻസ് ലേൺ ടു ഐഡൻറ്റിഫൈ, റീകോൾ ഓർ റിമെമ്പർ ദ ഒബ്ജക്ട്സ്, ഇവൻറ്റ്സ്, ഐഡിയാസ് ആൻഡ് റിറ്റെയിൻ ദം ഇൻ മെമ്മറി. ദ ടീച്ചർ പ്ലേസ് എ വെരി ഡോമിനേറ്റിംഗ് ആൻഡ് ഓതോറിറ്റേറിയൻ റോൾ വൈൽ ഇൻസ്ട്രക്റ്റിംഗ്. അതായത് ടീച്ചറിനാണ് അതിവിടെ പ്രാധാന്യമുള്ളത്. ദ ഇവാലുവേഷൻ സിസ്റ്റം മെയിൻലി ഇൻക്ലൂഡ്സ് ഓറൽ, റിട്ടൺ ആൻഡ് ഈസി ടൈപ്പ് എക്സാമിനേഷൻ ആസ് വെൽ organized and is simple in nature so that it can be acquired through rote learning. ഇവിടെ ഇവാലുവേഷൻ സിസ്റ്റം ഓറൽ, റിട്ടൺ ആൻഡ് ഈസി ടൈപ്പ് എക്സാമിനേഷൻ. ചെറിയ കുട്ടികൾക്കൊക്കെ ഓറലായിട്ട് അല്ലെങ്കിൽ റിട്ടൺ ചെറിയ എളുപ്പത്തിലുള്ള ഇവാലുവേഷൻ മെത്തേഡ്സ് ആണ് ഈ ഒരു ലെവലിൽ ഉള്ളത്. അതുപോലെ തന്നെ ദ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് പ്രോമിനൻറ്റ്, പ്രൈമറി ആൻഡ് ആക്റ്റീവ്, ആൻഡ് ദാറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് സെക്കൻഡറി ആൻഡ് പാസീവ്. ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ടീച്ചറുടെ റോളാണ് ഇവിടെ പ്രധാനം. അതായത് പ്രൈമറി ആൻഡ് ആക്റ്റീവ് ടീച്ചറുടെ റോളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ റോള് സെക്കൻഡറി ആൻഡ് പാസീവ് ആണ്. മെമ്മറി ലെവൽ ടീച്ചിങ് ഡസ് നോട്ട് ഇംപ്രൂവ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻക്രീസ് സ്റ്റുഡൻസ് ക്യാപ്പബിലിറ്റി, ബട്ട് ദിസ് ഈസ് റിക്വയർഡ് ഫോർ അതർ ടൈപ്സ് ഓഫ് ടീച്ചിങ് ലെവൽസ്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഇൻ്റലിജൻസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ മെമ്മറി ലെവൽ ടീച്ചിങ്ങിലൂടെ പറ്റുന്നില്ല. പക്ഷേ സ്റ്റുഡൻസിൻ്റെ ക്യാപ്പബിലിറ്റി കൂട്ടാനും അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് ലെവൽസിലേക്ക് എത്തിച്ചേരാനും ഈ ഒരു ലെവൽ കഴിയണം. അപ്പോൾ ദ ഹെർബേഷ്യൻ തിയറി ഓഫ് അപ്പർസെപ്ഷൻ supports that the young children's mind is ready for perceiving themselves and the world around. Their mind is ready for a great mass of factual information, including concepts, elements, structures, models, and theories. They can acquire and retain information about a large number of things, objects, and material through memorization. ഇവിടെ എല്ലാം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് തന്നെ മെമ്മറൈസേഷൻ എന്നത് മാത്രം ഓർത്താൽ മതി, ഒന്നും ചിന്തിക്കാതെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇവിടെ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചറിനാണ് ഇവിടെ റോൾ. ടീച്ചറാണ് ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റുഡൻറ്റ് പാസീവാണ്, ടീച്ചറാണ് ആക്റ്റീവ്. അത് ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഒരു ലെവലിനെ പറ്റി ഓർത്താൽ മതി. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്മറി അതുകൂടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇമ്മീഡിയറ്റ് മെമ്മറി, വെൻ എ റീകോൾ ഈസ് ഇമ്മീഡിയറ്റ്. Permanent memory, when recalling of material for a longer time. Personal memory, while recalling past experiences, we remember our personal past experience. Impersonal memory, recalling from books and companion. Active memory, make effort to recall past experiences, recalling answers in exams. Passive memory എന്ന് പറയുന്നത് recall past experience without effort. Mechanical memory or physical memory, body becoming habitual of doing any task repeatedly.
Rote memory, cramming facts without understanding. Logical memory, to learn something by using intellect and its recalling when needed. ഇനി മെറിറ്റ്സ് ഓഫ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്താണ്? യൂസ്ഫുൾ ഫോർ ചിൽഡ്രൻ അറ്റ് ലോവർ ക്ലാസ്സസ്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദെയർ ഇൻ്റലക്ട് ആസ് അണ്ടർ ഡെവലപ്മെൻറ്റ് and they have a rote memory. The role of the teacher is important in this level of teaching, and he is free to make choices of subject matter, plan it and can present it at will. The knowledge acquired at memory level teaching forms a basis for the future. That is, when students' intelligence and thinking is required. Memory level teaching acts as the first step for understanding and reflective level of teaching. ഇറ്റ്സ് എ പ്രീ റിക്വസിറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ്. അപ്പോൾ ഇത്രയാണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്കുള്ള അടുത്ത ലെവലിലേക്കുള്ള പ്രീ റിക്വസിറ്റ് എന്നും പറയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ദിസ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കാപ്പബിലിറ്റീസ്. Since at this level students learn by rote, the knowledge gained does not prove helpful in real life situations as it does not develop the talents of students. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഡസ് നോട്ട് ക്യാരി എനി ഇമ്പോർട്ടൻസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആൻഡ് ഇറ്റ് ലാക്സ് മോട്ടിവേഷൻ. പിന്നെ ദ പ്യൂപ്പിൾസ് ആർ കെപ്റ്റ് ഇൻ സ്ട്രിക്ട് ഡിസിപ്ലിൻ ആൻഡ് ക്രാമിംഗ് ഇസ് ഇൻസിസ്റ്റഡ് ഓൺ ദിസ് ടീച്ചിങ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിലെ ടീച്ചിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ഇൻ്റലിജൻസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നില്ല. അതങ്ങനെ തന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെ തന്നെ പഠിക്കുകയാണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണ്. അതുപോലെ തന്നെ അവർ എല്ലാം സ്റ്റുഡൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് അവർക്കൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിലൊന്നും ഈ ഒരു അറിവ് യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ഈസ് ടു പെർസീവ് ദ മീനിങ്, ഗ്രാസ്പ് ദ ഐഡിയ ആൻഡ് കോംപ്രിഹെൻഡ് ദ മീനിങ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു ലെവലിൻ്റെ പേരിൽ തന്നെ മനസ്സിലാക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അതായത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ആ ഒരു ഐഡിയ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുക, ഈ ഒരു എന്നതൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലൂടെ പറയുന്നത്. In this field of education and psychology, the meaning of understanding can be classified as seeing the total use of facts, seeing relationship, a generalized insight. Teaching at the understanding level is of a higher quality than the one at the memory level. അപ്പോൾ മെമ്മറി ലെവലിനേക്കാളും ഹൈ ക്വാളിറ്റിയാണ് അടുത്ത ലെവലായ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. It's more useful and thoughtful from the point of view of mental capabilities. At this level of teaching, the teacher explains the student about the relationship between principles and facts and teaches them how these principles can be applied. Memory level teaching barrier is essential to be crossed for this level of teaching. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുന്ന ലെവലാണ്. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ ടീച്ചേഴ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ അത് എങ്ങനെയാണിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിൽ ഒരു ഇൻട്രസ്റ്റ് കാണാൻ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ്, അതായത് നമ്മുടെ ബാങ്ക് ലോണൊക്കെ നമുക്ക് കുറച്ച് വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ കാണാൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത തന്നെ അത് മനസ്സിലാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് തോന്നും ഒരു ബാങ്ക് ലോൺ ആണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത്, ഇതുപോലെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കാണാൻ പറ്റുമല്ലോ എന്നതൊക്കെ ചിന്തിക്കാനും അതനുസരിച്ച് പഠിക്കാനും ഒക്കെ ഈ ഒരു ലെവലിലെത്തുമ്പോഴേക്കും സ്റ്റുഡൻസിന് കഴിയുന്നുണ്ട്. അപ്പോൾ മെമ്മറി ലെവൽ ടീച്ചിങ് ബാരിയർ ഈസ് എസെൻഷ്യൽ ടു ബി ക്രോസ്ഡ് അറ്റ് ദിസ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പോൾ മെമ്മറി ലെവൽ കഴിഞ്ഞിട്ട് അത് ക്രോസ് ചെയ്തിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോയിന്റ്സ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മെമ്മറി ലെവൽ ടീച്ചിങ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് as it talks about the generalization of principles, theory and other key important facts. This helps to build the thinking level of students to make use of their acquired knowledge on the basis of previously known facts and subjects.
അപ്പോൾ ഇവിടെ തിങ്കിങ് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കുന്നു. അതിന് അവിടെ ടീച്ചറിനും സ്റ്റുഡൻസിനും ഒരുപോലെ റോളുണ്ട്. കാരണം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റുഡൻസ് അതുപോലെ തന്നെ അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ the teacher explains the student about the relationship between principles and facts and teaches them how these principles can be applied. It focuses on mastery of the subject. It provides more and more opportunity for the student to develop skills of memory plus insight. നേരത്തെ മെമ്മറി മാത്രമായിരുന്നു, പക്ഷേ മെമ്മറി പ്ലസ് ഇൻസൈറ്റ് എന്നതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്നത്. The evaluation system of this level is mainly objective type questions and essays. നേരത്തെ ഇവാലുവേഷൻ ലെവൽ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിരുന്നു, എളുപ്പമുള്ള ഇവാലുവേഷൻ രീതികളായിരുന്നു. ഇവിടെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എസ്സേസും ആണ്. പിന്നെ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ ബോത്ത് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ദ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. അത് പറഞ്ഞല്ലോ, സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ ആക്റ്റീവ് റോൾ, അതായത് അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ റോൾ ഈ ലെവലിൽ ടീച്ചിങ്ങിലുണ്ട്. മോറിസൺ ഹാസ് ഡിവൈഡഡ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ഇൻ ടു 5 steps: exploration, presentation, assimilation, organization and recitation. അപ്പോൾ ഇതാണ് 5 steps. ഇനി അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. At this level of teaching, students to make use of their thinking abilities. Knowledge acquired at this level forms the basis of the reflective level of teaching. അടുത്ത ലെവലായ റിഫ്ലക്റ്റീവ് ലെവലിൻ്റെ ബേസിസ് ഫോം ചെയ്യാൻ എന്ന ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. Here, the teacher presents subject matter before the students in an organized and sequential form. The new knowledge acquired is related to the previously acquired knowledge. Here, the students do not learn by rote. Here, they learn by understanding the facts and information and their use and purpose. നേരത്തെ എന്താണ് മെമ്മറി ലെവലിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യം അതുപോലെ ഒന്നും മനസ്സിലാക്കാതെ പഠിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ അത് മനസ്സിലാക്കി എന്താണ് ഫാക്ട്സും ഇൻഫർമേഷൻ എന്തൊക്കെയാണോ അവർക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ യൂസും അതിൻ്റെ പർപ്പസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ലെവലിൽ പഠിക്കുന്നത്. ഡിമെറിറ്റ്സ് എന്ന് പറയാനുള്ളത്, ടീച്ചിങ് അറ്റ് ദിസ് ലെവൽ ഈസ് സബ്ജക്ട് സെൻറ്റേർഡ്. ദർ ഇസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് അറ്റ് ദിസ് ലെവൽ. ദിസ് ടൈപ്പ് ഓഫ് ടീച്ചിങ് മാസ്റ്ററി ഈസ് എംഫസൈസ്ഡ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലെ ഡിമെറിറ്റ്സ് എന്ന് പറയാനുള്ളത് ഇത് സബ്ജക്ട് സെൻറ്റേർഡ് ആണ് എന്നതാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ ടീച്ചറുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ദിസ് ടൈപ്പ് ഓഫ് ടീച്ചിങ് മാസ്റ്ററി ഈസ് എംഫസൈസ്ഡ്. അതാണ് ഡിമെറിറ്റ്സ് എന്ന് പറയാനുള്ളത്. ഇനി റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ദിസ് ലെവൽ ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ. റിഫ്ലക്റ്റീവ് ഓൺ സംതിങ് മീൻസ് ഗിവിങ് കെയർഫുൾ തോട്ട് ടു സംതിങ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. It also means thinking deeply about something. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ കഴിഞ്ഞ് വരുന്ന അടുത്ത ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആത്മപരിശോധനയുടെ ലെവലാണ് reflective level. Reflective level of teaching is considered to be the highest level at which teaching is carried out. അപ്പോൾ ഇതാണ് 3 ലെവൽസിൽ ഹയസ്റ്റ് ലെവൽ റിഫ്ലക്റ്റീവ് ലെവലാണ്. ഇറ്റ്സ് ഹൈലി തോട്ട്ഫുൾ ആൻഡ് യൂസ്ഫുൾ. എ സ്റ്റുഡൻറ്റ് ക്യാൻ അറ്റൈൻ ദിസ് ലെവൽ ഓൺലി ആഫ്റ്റർ ഗോയിങ് ത്രൂ മെമ്മറി ലെവൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഈ 2 ലെവൽസും കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂ. ടീച്ചിങ് അറ്റ് ദ റിഫ്ലക്റ്റീവ് ലെവൽ എനേബിൾസ് ദ സ്റ്റുഡൻസ് ടു സോൾവ് റിയൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ റിയൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ലെവലാണിത്. At this level, the student is made to face a real problematic situation. The student, by understanding the situation and using his critical abilities, succeeds in solving the problem. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അവരുടെ ക്രിട്ടിക്കൽ എബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ at this level, emphasis is laid on identifying the problem, defining it and finding a solution to it. That students' original thinking and creative abilities develop at this level. അപ്പോൾ തിങ്കിങ് ലെവലിൽ, അതായത് നേരത്തെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നതൊക്കെ ചിന്തിച്ച് അതിനനുസരിച്ച് അവർക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ്.
The role of teacher in this level of teaching is democratic. He does not force knowledge on the students but develops in their talents and capabilities. അപ്പോൾ വലിയ കോളേജ് ലെവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു നമ്മൾ മുതിർന്ന കുട്ടികളാവുമ്പോഴാണ് ടീച്ചേഴ്സ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നിർബന്ധിക്കാറൊന്നുമില്ല. കഴിയുന്നവർ, അതായത് താല്പര്യമുള്ളവർ പഠിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ചെറിയ ക്ലാസ്സുകളിലെ പോലെ നോട്ട്സ് ഒന്നും തരുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ ഒരു ഡിസ്കഷൻ പോലെയാണ് നടക്കുന്നത്. അവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുന്നു. അത്യാവശ്യത്തിന് മാത്രം നോട്ട്സൊക്കെ തരുന്നു. ഒരുപാട് നിർബന്ധിക്കുന്നില്ല. അത് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുന്നു, അല്ലാത്തവർ പഠിക്കുന്നില്ല. ഈ ഒരു ലെവലിൽ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ടീച്ചർ അതായത് ഫോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദ റോൾ ഓഫ് സ്റ്റുഡൻറ്റ് ഈസ് ക്വയറ്റ് ആക്റ്റീവ്. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ റോളാണ് ആക്റ്റീവ്. അതായത് സ്റ്റുഡൻസാണ് കൂടുതലും പഠിക്കേണ്ട കാര്യത്തിലൊക്കെ. നേരത്തെ സ്റ്റുഡൻസിന് ആദ്യത്തെ ലെവലിൽ ടീച്ചറിനായിരുന്നു റോൾ, രണ്ടാമത്തെ ലെവലിൽ ടീച്ചറിനും സ്റ്റുഡൻറ്റിനും ഒരുപോലെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ലെവലിൽ സ്റ്റുഡൻറ്റിനാണ് റോൾ. സ്റ്റുഡൻ്റാണ് എല്ലാം മുൻകൈയെടുത്ത് ചെയ്യുക എന്ന് പറയുന്നില്ലേ. അവനവന് വേണ്ടത് അവനവൻ പഠിക്കുക എന്ന രീതിയിൽ ടീച്ചേഴ്സ് ഒരു ഗൈഡ് എന്ന ഒരു രൂപത്തിൽ, അതായത് നമ്മളെ ഒരു മെൻറ്റർ പോലെയാണ് ടീച്ചേഴ്സ് ഇവിടെ ഈ ഒരു ലെവലിൽ വരുന്നത്. അതായത് PhD ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം മെൻറ്റർ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ഒന്ന് ഗൈഡ് ചെയ്യുക അവരെ എന്ന രീതിയിൽ മാത്രമേ ടീച്ചേഴ്സ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റുഡൻസ് ആണ് താല്പര്യമെടുത്ത് അവർ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ദാറ്റ് വിച്ച് ഈസ് പ്രോബ്ലം സെൻറ്റേർഡ് ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഈസ് ബിസി ഇൻ ഒറിജിനൽ ഇമാജിനേഷൻ. It talks about both understanding level and memory level teaching and is problem centered. നേരത്തെ പറഞ്ഞല്ലോ problem centered ആണ്. Its main objective to develop problem solving, critical and constructive, independent, original thinking. Students' original thinking and creative abilities develop at this level. A student is co-active and primary while the teacher becomes secondary and passive in this. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റുഡൻറ്റിൻ്റെ റോളാണ് ഇവിടെ മെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇൻ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഹണ്ട് ഈസ് ദ മെയിൻ പ്രൊപ്പണൻറ്റ്. നേരത്തെ ഓരോ ലെവലിലെയും പ്രൊപ്പണൻറ്റ് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹണ്ടാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ULT ആൻഡ് MLT, അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവലും മെമ്മറി ലെവലും. ഇറ്റ് ഈസ് പ്രോബ്ലം സെൻറ്റേർഡ് ടീച്ചിങ്. ദ സ്റ്റുഡൻസ് ആർ assumed to adopt some sort of research approach to solve the problem. The classroom environment is to sufficiently open and independent. ഇവിടെ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഹണ്ട് ഡെവലപ്പ് ദ റിഫ്ലക്റ്റീവ് മോഡൽ ഓഫ് ടീച്ചിങ് വിച്ച് ഗോസ് ത്രൂ ദ വാരിയസ് സ്റ്റെപ്സ് ഇൻക്ലൂഡിങ് ക്രിയേറ്റിംഗ് എ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ, ഫോർമുലേറ്റ് ആൻഡ് വെരിഫൈ ദ ഹൈപ്പോസിസ്, ഡാറ്റ അനലൈസ് ആൻഡ് ടെസ്റ്റിംഗ് ദ ഹൈപ്പോസിസ് അറൌണ്ട് ദ പ്രോബ്ലം. An essay type test is used to evaluate learning process. ഇവിടെ essay type ആണ് evaluate ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. The teaching at this level is not teacher centered or subject centered, it's learner centered. അപ്പോൾ learner centered ആണ്. പിന്നെ merits of reflective teaching. The teaching at this level is not teacher centered or subject centered, it's learner centered. There's an interaction between the teacher and the taught at the reflective level teaching. At this level, teaching is appropriate for the higher class. At this level, teaching is highly thoughtful and useful than the teaching at the memory or understanding level. അപ്പോൾ ഇവിടെ highly thoughtful ആണ്. പിന്നെ ഇവിടെ മെറിറ്റ്സ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. പക്ഷെ മെറിറ്റ്സ് ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നത് ഒന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് ഡിമെറിറ്റ്സ് ആണ് പറയാനുള്ളത്. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ചിൽഡ്രൻ അറ്റ് ദ ലോവർ ലെവൽ ഓഫ് ടീച്ചിങ്, ഇറ്റ്സ് സ്യൂട്ടബിൾ ഓൺലി ഫോർ മെൻ്റലി മെച്യൂർ ചിൽഡ്രൻ. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്കൊക്കെ മെമ്മറി ലെവൽ ടീച്ചിങ് ആണ്. പക്ഷെ ഈ ഒരു ലെവൽ, അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ഒരിക്കലും സ്മോൾ ചിൽഡ്രനൊന്നും സ്യൂട്ടബിൾ അല്ല. അതായത് മെൻ്റലി മെച്യൂർ ചിൽഡ്രൻ, വലിയ കുട്ടികൾക്കാണ് ഈ ഒരു ലെവലിലെ ടീച്ചിങ്. At this level, the study material is neither organized nor pre-planned. നേരത്തെ പറഞ്ഞല്ലോ, pre-planned ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഒന്നുമല്ല ഇവിടെ ഈ ഒരു ലെവലിൽ. Therefore, students cannot acquire systematic and organized knowledge of their study courses.
അത് അതായത് നമ്മൾ ഒരു +2 ഒക്കെ കഴിഞ്ഞ് പിന്നീടുള്ള പഠനം എന്ന് പറയുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നോട്ട്സോ സ്റ്റഡി മെറ്റീരിയലോ ഒന്നുമല്ല. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പിന്നീട് അങ്ങനെ പഠിക്കുകയാണ്. അതായത് ടീച്ചേഴ്സ് പറയുന്നത് ഇന്ന ടോപ്പിക്സ് ആണുള്ളത് അത് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഓർഡറൊന്നും ഇല്ലാതെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങളതൊന്നും എല്ലാം കൂടെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 3 ലെവൽസ് എന്താണ് എന്നത് ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ സഹായത്തോടെ തന്നെ മനസ്സിലാക്കുകയും അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുകയും മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്